നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. കർത്താവായ യേശുക്രിസ്തു ഇതിനോടകം പല കുരുടർക്കും സൗഖ്യം നൽകിയിട്ടുണ്ട്. ചെകിടർക്ക്, മുടന്തർക്ക്, കുഷ്ഠരോഗികൾക്ക് ഒക്കെ സൗഖ്യം നൽകിയിട്ടുണ്ട്. അതൊക്കെ അടുത്ത് നിന്ന് കണ്ടവരാണ് ശിഷ്യന്മാർ. ഇവിടെ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ അവർ കാണുകയാണ്. അവൻ ജന്മനാ കുരുടനാണെന്ന് ഒരു പക്ഷേ ഇതിനോടകം അവർക്കറിയാം. പക്ഷെ അവർ യേശുവിനോട് ചോദിക്കുകയാണ്, ഇവൻ കുരുടനായി പിറക്കത്തക്കൊണ്ട് ഇവൻ പാപം ചെയ്തോ, അവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തോ? വാസ്തവത്തിൽ എന്താണ് അവർ യേശുവിനോട് പറയേണ്ടത്? യേശുവിനോട് ആവശ്യപ്പെടേണ്ടത്, കർത്താവ്, ഇവൻ ജന്മന കുരുടനാണ്, അതുകൊണ്ട് അവനോട് കരുണ തോന്നണം എന്നല്ലേ പറയേണ്ടത്. പക്ഷെ ഇപ്പോൾ അവർക്കറിയേണ്ടത്, അതായത് ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തതിൻ്റെ ശിക്ഷ. അങ്ങനെ വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, എന്നെ ഭയക്കുന്നവർ ഈ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുമെന്ന്. അപ്പോൾ ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൻ്റെ അമ്മയപ്പന്മാരോ ഇവൻ്റെ വല്യപ്പനോ പാപം ചെയ്തതുകൊണ്ട് അതിൻ്റെ ശിക്ഷയായിട്ട് ദൈവം ഇവനെ കുരുടനാക്കിയതാണോ? യഹൂദന്മാർക്ക് അങ്ങനെയൊരു ധാരണയുണ്ട്. കുരുടന്മാരോ മുടന്തന്മാരോ ചെകിടന്മാരോ അല്ലെങ്കിൽ കുഷ്ഠരോഗികളോ ഒക്കെ ഉണ്ടാകുന്നത്, അതായത് പിതാക്കന്മാരുടെ പാപത്തിൻ്റെ ശിക്ഷയാണെന്നാണ് അവർ കരുതുന്നത്. ഒരുപക്ഷെ അങ്ങനെ ധാരാളം കേസുകൾ ഉണ്ടായേക്കാം. കാരണം ദൈവം മക്കളിലൂടെ അല്ലെങ്കിൽ മക്കളുടെ മക്കളിലൂടെയൊക്കെ ദൈവം ശിക്ഷിച്ചു എന്ന് വരാം. കാരണം നല്ല മക്കളെ ലഭിക്കുക, നല്ല കൊച്ചുമക്കളെ ലഭിക്കുക എന്നൊക്കെ ഒരു അനുഗ്രഹമാണ്. അതുണ്ടാകാതെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ മദ്യപന്മാരോ അല്ലെങ്കിൽ കുറ്റവാളികളോ ജയിൽ പുള്ളികളോ ഒക്കെ ആയിട്ട് മാറുക, അല്ലെങ്കിൽ അവർ രോഗികളായിട്ട് ഭിക്ഷക്കാരായിട്ടൊക്കെ മാറുക എന്നുള്ളത് തീർച്ചയായിട്ടും ശാപം തന്നെയാണ്. പക്ഷേ എല്ലാ കേസും അങ്ങനെ ആകണമെന്നില്ല. അതായത് തീർച്ചയായിട്ടും നല്ല മനുഷ്യരും കുരുടരും ചെകിടരും മുടന്തരും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ രണ്ടാമത് അവർ യേശുവിനോട് ചോദിച്ചത്, ഇവൻ പാപം ചെയ്തിട്ടാണോ എന്നാണ്. ജന്മനാ കുരുടനാണ്, അല്ലാതെ ഇവൻ കുറെ കാലം പാപം ചെയ്ത് ബാല്യത്തിലോ യൗവനത്തിലോ പാപം ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ കുരുടനായതല്ല. അമ്മയുടെ ഗർഭത്തിലേ അവൻ കുരുടനാണ്. അപ്പോൾ പിന്നെ ഇവൻ പാപം ചെയ്തോ എന്ന് ചോദിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? അതായത് ഇവൻ ഭാവിയിൽ പാപം ചെയ്യും എന്ന് മനസ്സിലാക്കി അഡ്വാൻസായിട്ട് ദൈവനെ ശിക്ഷിച്ചതാണോ എന്നാണ് ചോദ്യം. നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ, ദൈവം അട്ടയ്ക്ക് കണ്ണും കുതിരയ്ക്ക് കൊമ്പും കൊടുക്കാറില്ല എന്ന് പറയാറില്ലേ. അപ്പോൾ ഇവൻ ഭാവിയിൽ പാപം ചെയ്യും എന്ന് മനസ്സിലാക്കി ദൈവം ഇവനെ അഡ്വാൻസ് ആയിട്ട് കുരുടനാക്കിയതാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. യേശു പറയുകയാണ്, ഇവനെങ്കിലും ഇവൻ്റെ അമ്മയപ്പാരെങ്കിലും പാപം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശിക്ഷയായിട്ടല്ല ഇവൻ രോഗിയായിരിക്കുന്നത്, ഇവൻ കുരുടനായിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, യേശു ദൈവമായതുകൊണ്ടാണ് തനിക്കത് പറയാൻ സാധിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു കുരുടനെ കണ്ട് അല്ലെങ്കിൽ ഒരു ചെകിടനെ, ഒരു മുടന്തനെ, ഒരു കുഷ്ഠരോഗിയെ കണ്ടിട്ട് എന്തുകൊണ്ട് ഇതുണ്ടായി എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലെന്നുള്ളതാണ് സത്യം. എന്നാൽ യേശു പറയുകയാണ്, ഇവനെങ്കിലും ഇവൻ്റെ അമ്മപ്പാരെങ്കിലും പാപം ചെയ്തതുകൊണ്ടല്ല, ദൈവപ്രവൃത്തി ഇവെങ്കിൽ വെളിവാകേണ്ടതിനാണ്. എന്താണ് ദൈവപ്രവൃത്തി? യേശു താഴെ പറയുന്നുണ്ട്, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളത്തോളം നാം ചെയ്യേണ്ടതാണ്. അപ്പോൾ
ഇവനെ കണ്ടുമുട്ടുക എന്നുള്ളത് ആ യേശുവിൻ്റെ റൂട്ട് മാർച്ചിൽ ദൈവം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. യേശുവിൻ്റെ അടുക്കൽ ഒരു രാത്രിയിൽ നിക്കോദിമോസ് വരിക, അത് ദൈവ ഉദ്ദേശിച്ച കാര്യമാണ്. 4-ാം അധ്യായത്തിൽ യേശു ശമരിയ സ്ത്രീയുടെ അടുത്തേക്ക് പോയി ആ കെട്ടുകറിയിൽ വെച്ച് അവളെ കാണുക, അത് ദൈവം ഉദ്ദേശിച്ച കാര്യമാണ്. 5-ാം അധ്യായത്തിൽ പക്ഷപാത രോഗിയെ, അതായത് ബെഥെസ്ദ കുളക്കരയിൽ 38 വർഷം കിടന്നവനെ സൗഖ്യം നൽകുക, അത് പിതാവ് ഉദ്ദേശിച്ചിരുന്ന കാര്യമാണ്. 8-ാം അധ്യായത്തിൽ ആ വേശ്യാസ്ത്രീക്ക് പാപമോചനം നൽകി അവളെ ഒരു ക്രിസ്തു ശിഷ്യയാക്കി മാറ്റുക, അത് ദൈവം ഉദ്ദേശിച്ച കാര്യമാണ്. അതുപോലൊരു കാര്യമാണ് ഈ ജന്മനാ കുരുടന് സൗഖ്യം നൽകുക എന്നുള്ളത്. തീർച്ചയായിട്ടും സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം, അല്ലെങ്കിൽ സർവജ്ഞാനിയായ യേശുവിന് അറിയാം, ഇവന് സൗഖ്യം നൽകിയാൽ തീർച്ചയായിട്ടും അവൻ ധൈര്യമായിട്ട് യേശുവിൻ്റെ ശിഷ്യനാകും, അവൻ യേശുവിനെ സാക്ഷിക്കും, അതിലൂടെ ദൈവനാമം മഹത്വപ്പെടും എന്നുള്ളതൊക്കെ യേശുവിനറിയാം. അതുകൊണ്ട് ദൈവപ്രവൃത്തിയെങ്കിൽ വെളിവാകണം, ഇവങ്കിൽ വെളിവാകണം എന്ന് പറഞ്ഞാൽ ജന്മനാ രോഗികളായ ആളുകൾക്ക് സൗഖ്യം നൽകാൻ കഴിവുള്ളവനാണ് യേശു. അതുപോലെ ഏത് കഠിന രോഗത്തിനും തീരാരോഗത്തിനും സൗഖ്യം നൽകുവാൻ കഴിവുള്ളവനാണ് യേശു. ഈ കുരുടൻ എന്നൊക്കെ പറയുമ്പോൾ അവൻ ഭിക്ഷക്കാരനായിരിക്കും, അവൻ മറ്റുള്ളവർക്കൊരു ബാധ്യതയാണ്, മറ്റുള്ളവർക്കൊരു ശല്യമാണ്. പോരെങ്കിൽ അവൻ്റെ പാപം കൊണ്ടോ അവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടോ ഇവൻ ശാപം അനുഭവിക്കുന്നവനാണെന്നൊരു ധാരണയുള്ളതുകൊണ്ട് അവനെ ആളുകൾക്ക് വെറുപ്പാണ്. പക്ഷേ അങ്ങനെ സമൂഹത്താൽ നിന്ദിതരും വെറുക്കപ്പെട്ടവരുമായ ആളുകൾക്കും അവരെ മാന്യരാക്കാൻ, അവരെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് യേശു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇവങ്കൽ ദൈവപ്രവൃത്തി വെളിവാകണം. ഒരു ജീവിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം, മാന്യത നൽകുന്ന ദൈവം ഉണ്ട് എന്നുള്ളത്, ആ ദൈവമാണ് മനുഷ്യനായി തീർന്നിരിക്കുന്ന യേശു എന്നുള്ളത് ആളുകൾ അറിയണം. അതിനാണ് ഇവനെ നമ്മുടെ മുമ്പിൽ ദൈവം വരുത്തിയിരിക്കുന്നതെന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ വലിയൊരു ബാധ്യതയില്ലേ? ലോകത്തിലെ എല്ലാ കുരുടന്മാരെയോ ചെകിടന്മാരെയോ ദരിദ്രരെയോ എല്ലാവരെയും ഒന്ന് സഹായിക്കാൻ നമുക്ക് സാധിച്ചൊന്നും വരികയില്ല. എന്നാൽ നമ്മുടെ വീട്ടിൽ വരികയോ നമ്മൾ കണ്ടുമുട്ടുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും സഹതാപം കാണിക്കുവാനും നമ്മാലാവത് ചെയ്യുവാനും നമുക്ക് സാധിക്കണം. അതിനാണ് അങ്ങനെയുള്ള ആളുകളുമായിട്ടൊരു എൻകൗണ്ടർ കർത്താവ് നമുക്ക് നൽകുന്നത് എന്നുള്ളൊരു പാഠം ഇതിലൂടെ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.